ഹായ് ഗൈസ്, ഇറങ്ങടാ, ഇറങ്ങ്, പറമ്പിലേക്ക് ഇറങ്ങ്, കാട്ടിലേക്ക് ഇറങ്ങ്, എൻജോയ് ചെയ്യ. ഇല്ലെന്നേ, പാൻ്റ് ഒന്നും ചെളിയാവൂല. അയ്യോ ചെളിയായി ഗൈസ്. എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഗൈസ്, അപ്പൊ നമ്മള് വീണ്ടും ഞങ്ങള് കൂട്ടുകാരെല്ലാരും നാട്ടിലെത്തി. നമ്മൾ അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. എങ്ങോട്ടായിരിക്കും പോണേ? വാഗമണിലേക്ക്. അപ്പൊ വാഗമണിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് പങ്കുചേരാം. വരിക. Yes guys, we are going. ഗൈസ്, നമ്മള് നമ്മുടെ വാഗമണിലേക്കുള്ള യാത്ര തുടങ്ങിയപ്പം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ചേട്ടൻ്റെ കടയിൽ നിർത്തിയാണ്. അപ്പോൾ പിന്നെ കുറച്ച് ഗ്ലാസും പ്ലേറ്റും പിന്നെ കുറച്ച് മുട്ടയും മാഗി എല്ലാം മേടിക്കാൻ പോവാണ്. അപ്പോൾ മേടിച്ചിട്ട് നമ്മൾ മലയുടെ മേലെ ഇന്ന് നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ പോകും. കുറെ കാണില്ല. ഞങ്ങളുടെ പാതി വഴിയിലെത്തി. നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് കണ്ടുകൊണ്ട് ഞങ്ങൾ നിർത്തിയാണ്. നിങ്ങൾ കാണുക. അപ്പൊ നമ്മള് ഇടുക്കി വാഗമണിലേക്കുള്ള റൂട്ടിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ഒക്കെ അങ്ങ് മാറി ഗൈസ്. പിന്നെ രസം നോക്കിയത് നല്ല പച്ചപ്പ്, ഹരിതാമ്പം ഉണ്ട്. ഏതൊക്കെയോ ചേട്ടന്മാര്, ഇവരൊന്നും ഒരു പരിചയമില്ല, ചുമ്മാ ഇങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള യാത്ര നമ്മൾ ആരംഭിച്ചു. ഇനിയിപ്പം നമ്മള് ഈ വാഗമണ്ണ് കിടന്ന ഒരു വെളച്ചിലങ്ങ് വിളയും. അപ്പൊ ഞങ്ങളിത് ഇവിടെ വാഗമണ്ണ് നമുക്ക് അറിയാവുന്ന ഒരു മല കയറാനുള്ള ഒരു ഇതിലാണ് നമ്മുടെ വണ്ടി. കൂട്ടുകാരൻ വാട്സപ്പ് കയറ്റാൻ പോവാണ്. കൂട്ടത്തിൽ ഞങ്ങള് ഞാൻ നടക്കുന്നു, എന്റെ പുറകിൽ നമ്മുടെ വണ്ടി കയറി വരുന്നു. അപ്പൊ ഞങ്ങള് മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ മേളില് നല്ല അടിപൊളി ചായ കഴിക്കാനൊക്കെ ആയിട്ട് നടന്നു മടുത്തു ഗൈസ്. അപ്പം അടിപൊളിയാട്ടോ. നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഇതുപോലത്തെ ഒരു ലൈഫും സ്റ്റൈലും ഒക്കെ. നോക്കിയേ, വണ്ടി വരുന്നതാണ്ടോ. നമ്മുടെ മച്ചാനൊക്കെ എന്ത് ഹാപ്പിയാന്ന് നോക്കിയ ഗൈസ്. ഇവിടെ ഭയങ്കര മഞ്ഞ് മൂടി കിടക്കുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിത് പെട്ടെന്ന് വന്നപ്പോ ഡെക്സ്റ്റർ കത്തിക്കിടക്കുന്നു. ഇത് നോക്കി എന്താ അവസ്ഥന്ന് ഞങ്ങള് കണ്ടപ്പോ പെട്ടെന്ന് പേടിച്ചു പോയി. അവസ്ഥ എന്താ അവസ്ഥ അല്ലേ? നമ്മളിത് ഇതുവരെ ഇങ്ങനെ ഒരു സെറ്റപ്പ് വന്നിട്ടുണ്ടോ അല്ലേ നീരജേ? നമ്മളിതിന് മുന്നേ ഇങ്ങനെ വന്നിട്ടുണ്ടോടാ? ആദ്യമായിട്ടല്ലേ? നീരജിന്റെ ഒക്കെ സന്തോഷം നോക്കിയ ഗൈസ്. ഇതുപോലത്തെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടോ? ഇറങ്ങടാ, ഇറങ്ങ്, പറമ്പിലേക്ക് ഇറങ്ങ്, കാട്ടിലേക്ക് ഇറങ്ങ്, എൻജോയ് ചെയ്യ്. പറ്റുവോ സക്കീർ ഭായ്? എവിടെ? വാ വാ വാ. What's up guys? Yo. കിട്ടണ്ട്. ഇല്ലെന്നേ, പാൻ്റ് ഒന്നും ചെളിയാവൂല. അയ്യോ ചെളിയായി ഗൈസ്. രാജസിന് കയറിയതാ. എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഈ കോടയും ഈ ഒരു ആനന്ദം എവിടെ കിട്ടും? നമ്മൾ വാഗമണ്ണ് വരുന്നു, നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നു, അതൊക്കെയല്ലേ ഒരു സന്തോഷം. നമ്മള് ഫുഡ് കുക്ക് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ ഫുഡിന്റെ ഒരു മിനി നമ്മുടെ ക്വാളിറ്റി തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുക. ഒരു മിനി കുക്കിംഗ് ഹോം. കേട്ടോ, എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയാൽ നല്ല മാഗി ഉണ്ട്, എല്ലാം നമ്മൾ നല്ല വിഷയമാക്കും. നമ്മുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അടിപൊളിയായിരിക്കും. അതിന് വേറെ ഒരു കുറവ് നമ്മൾ വരുത്തൂല. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ പോലെ ചായ ഉണ്ടാക്കാൻ പോകുന്നു. ചായയുടെ കൂടെ കഴിക്കാൻ മാഗിയും എന്നാ സ്പെഷ്യലായിട്ട് നമ്മൾ മുട്ടയൊക്കെ പൊരിച്ച്, നമ്മുടെ റഹ്മാൻകുട്ടിയാണ് നമ്മുടെ കുക്ക്,
എന്താകുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ വയറ് കേടാവും. പക്ഷെ നമ്മുടെ വേസ്റ്റ് ഒന്നും കളയത്തില്ല. വേസ്റ്റ് ഒക്കെ നമ്മൾ വണ്ടി തന്നെ ആയിട്ട് കൊണ്ട് കളയും. ഇവിടെ കണ്ടോ ഒരുപാട് വേസ്റ്റുകൾ നമ്മൾ കുറെ പേര് കുപ്പിയൊക്കെ ഇട്ടിട്ട് പോയി. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന കുറെ മനുഷ്യരുണ്ട് ഗൈസ്. ഇതൊക്കെ മാറണം, ചിന്തകൾ മാറട്ടെ ഗൈസ്. നമ്മൾ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലാണ് വേസ്റ്റ് ഇടുന്നത്. നമ്മൾ ഒരിക്കലും പുറത്തേക്ക് നമ്മൾ എറിയില്ല, എല്ലാം നമ്മൾ കൊണ്ടുപോവാണ് കൂട്ടത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചായ ഉണ്ടായി കഴിഞ്ഞു. നമ്മളിനി മുട്ട പൊരിക്കാൻ പോവാണ്. മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ മുട്ടയൊക്കെ എടുത്തു. നമുക്ക് മുട്ടയൊന്ന് പൊരിച്ച് നോക്കാം, ട്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാൻ പോവാണ്. വാഗവണ്ണി വെച്ചിട്ട് ഏതാ മതി. ഗൈസ്, ഹാർട്ട് ഷേപ്പ് ഏതാ ലവിച്ചിട്ട്. മുട്ടയൊക്കെ അടിപൊളിയായിട്ട് പൊരിച്ച് നല്ല മഞ്ഞത്ത് കഴിക്കാൻ പോവാ. അടിപൊളി. ഉപ്പിട്ടില്ല കേട്ടോ, ഉപ്പില്ലായിരുന്നു കഴിക്കുക. പക്ഷെ കൊള്ളാം, ഇതൊക്കെ ഒരു വൈബല്ലേ. അടുത്തതായി അടുത്തതായി നമ്മൾ മാഗി ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, ഈ മുട്ട വിട്ട മിക്സ് പൊളിയായിരിക്കും. നമ്മുടെ ഫിറോസിക്കാനെയൊക്കെ നമ്മൾ പൊട്ടിക്കും. ഇങ്ങനെയാണ് അടി കിട്ടാൻ നോക്കണത് ഗൈസ്. മുട്ടയിട്ട മാഗി ആരെ കഴിക്കുന്നു? ചെറുതായിട്ട് കൊളായി വരുന്നുണ്ട് ഗൈസ്. കൊളായാലും നമ്മൾ കഴിക്കും, അത്രേ ഉള്ളൂ. കുറച്ച് വേസ്റ്റ് ഒക്കെ എടുത്ത് കളയാണ്. നമ്മുടെ ബാഗില്ലേ, ക്യാരി ബാഗ്, അതുപോലെ നമ്മള് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി കുറച്ചാളോടെ നമുക്ക് ജോലി ഇല്ലെങ്കിൽ തന്നെ ഇതാണ് മാഗി വെച്ചാണ്. അപ്പൊ നമ്മൾ നമ്മുടെ റഹ്മാൻകുട്ടി ഉണ്ടാക്കിയ മാഗി ടേസ്റ്റ് ചെയ്യാൻ പോകണം. നല്ല ചൂടാണ്, നല്ല ചൂട്. അപ്പൊ നമ്മുടെ ഡിഷ് റെഡിയായി. നമ്മളിപ്പോ എല്ലാ സുഹൃത്തുക്കളും ഫുഡ് ഷെയർ ചെയ്ത് ഈ മലയുടെ മുകളിലിരുന്ന് കഴിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു നമ്മുടെ സൗഹൃദത്തിന്റെയും നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ ഒരു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കല് വളരെ കുറച്ചല്ലേ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുള്ളൂ. എല്ലാരും കൂടെ കൂടി ഇരുന്നതേ നമ്മൾ ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് കഴിക്കാൻ പോകണം. എല്ലാരും കഴിട്ടത് ഫുഡ് എടുത്തു. അപ്പോൾ ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവസാനമായിട്ട് ബജ്ജിയൊക്കെ കഴിച്ച് എല്ലാം വയറൊക്കെ നിറഞ്ഞ് നല്ല മനസ്സൊക്കെ നല്ല ഹാപ്പി ആയി. അപ്പോൾ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, സീ യു നെക്സ്റ്റ്, ബൈ.